കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന തട്ടിപ്പിൻ്റെ വാർത്ത കേരളം കേട്ടത് ഒരു ബിഷപ്പ് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2 ലക്ഷം രൂപ തട്ടി എന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം ഒരുപാട് പഞ്ചാബികളെ അവരുടെ നാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ടായിരുന്നു. പല പഞ്ചാബികളെയും ചങ്ങലക്കിട്ടിട്ടാണ് മടക്കി അയച്ചത്. കാരണം അവർ കുറ്റവാളികളായിട്ടാണ് അമേരിക്കൻ ഗവൺമെൻറ് കണ്ടത്. ഈ പഞ്ചാബികളെയൊക്കെ അമേരിക്കയിൽ എത്തിച്ചത് ഇതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ചില ഏജൻറ്റുമാരാണ്. 30 ലക്ഷം രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലടക്കം മലയാളികൾ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ജോബ് കൺസൾട്ടൻസി ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചിട്ട് ആർക്കും ജോലി കിട്ടില്ല. അത് അമേരിക്കയിലായാലും ശരി, ഇംഗ്ലണ്ടിലായാലും ശരി, അത് വെള്ളക്കാരുടെ നാടുകളാണ്. അവിടെ കർക്കശമായിട്ടുള്ള പരീക്ഷാ ക്രമങ്ങളൊക്കെ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ആർക്കും അവിടെ ജോലി നേടാൻ കഴിയില്ല. നമ്മുടെ അടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അമേരിക്കയിൽ പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഏകദേശം 2 മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ജനിച്ചത് മുതൽ അവരെല്ലാ സർട്ടിഫിക്കറ്റ്സും അവർ പഠിച്ചു. അവർ നാട്ടിൽ ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇമെയിൽ അയക്കുകയും നേരിട്ട് ഫോൺ വിളിക്കുകയും ചെയ്തു. കാരണം അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ട് മാറാൻ പോവുകയാണ്. മാത്രമല്ല അത് അമേരിക്കയിലാണ്, വെള്ളക്കാരുടെ നാട്ടിലാണ്. എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞ് നുണയും പറഞ്ഞ് അവിടെ നിന്ന് ജോലിക്ക് നമുക്ക് അവസരം കിട്ടില്ല. അവിടെ ഒരുപാട് ഇന്ത്യക്കാർ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും ഉള്ളവരൊക്കെ പിടിക്കപ്പെടും. നമ്മുടെ നാട് പോലെയല്ല. രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും ഇടപെടില്ല. അതുകൊണ്ട് സുതാര്യതയുണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ നമുക്ക് ഉന്നതമായ തലത്തിലെത്താൻ കഴിയുള്ളൂ, ജോലി ചെയ്യാൻ കഴിയുള്ളൂ. എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ആരെങ്കിലും മലർത്തിയടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് പാര വെച്ച് കുതികാൽ വെട്ടി ഒരിക്കലും അമേരിക്കയിൽ ഒരിടത്തും ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരെ പറ്റില്ല. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൻ്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം ഇന്ത്യക്കാരനാണെന്ന് വരികിൽ അവരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഇതുപോലെ അമേരിക്കയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പൈസ തട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ബിഷപ്പ് എന്ത് വലിയൊരു മണ്ടനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതൊന്നും ഒരിക്കലും നടക്കില്ല. ബിഷപ്പിന് പൈസ കൊടുത്ത ആളുകൾ അതിനെക്കാട്ടും വലിയ മണ്ടന്മാരാണ്. ബിഷപ്പ് ഒരുപക്ഷെ അമേരിക്കൻ പൗരനായിരിക്കും. അപ്പോൾ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ബിഷപ്പ് ആ പൈസ എടുത്ത് പുട്ടും കടലെ അടിച്ചു എന്നുള്ളതല്ലാതെ വേറൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല.